എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് എല്ലാവരും തന്നെ ഒരു പക്ഷെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 24-ാം തീയതിയാണെന്ന് തോന്നുന്നു, നമ്മുടെ കൊല്ലത്ത് പരവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പരവൂര് പാരപ്പള്ളി റോഡിലോടുന്ന ഒരു പ്രൈവറ്റ് ബസ്സിന്റെ മുന്നിലുണ്ടായ ഒരു അപകടമാണ്. ഒരു 70 വയസ്സായ സ്ത്രീയെ വളരെ അത്ഭുതകരമായി, അല്ലെങ്കിൽ അവരുടെ ഒക്കെ ബന്ധുക്കളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം, വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ വാഹനത്തിൽ. പ്രത്യേകിച്ച് ബസ്, അതുപോലെ തന്നെ ലോറികൾ, ട്രക്കുകൾ, ഇങ്ങനെയുള്ള വലിയ ഹെവി വാഹനങ്ങളിലൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കാരണം വെച്ചാൽ ഡ്രൈവറുടെ വിഷ്വൽസിൽ പെടാത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർ, അതുപോലെ ബൈക്കിൽ ചെറിയ വാഹനങ്ങളിൽ പോകുന്നവരൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇതിന്റെ അകത്ത് കാണാം, ഈ സ്ത്രീ ലെഫ്റ്റ് സൈഡിൽ കൂടി, ഡ്രൈവറുടെ റൈറ്റ് സൈഡ്, വാഹനത്തിന്റെ ഡ്രൈവറോട് ചേർന്ന് ആ പോകുന്ന ഭാഗം കണ്ടു. തീർച്ചയായിട്ടും അത് ബ്ലൈൻഡ് സ്പോട്ടാണ്. അവിടെ ഒരിക്കലും ഡ്രൈവറുടെ വിഷ്വൽസിൽ പെടില്ല. ഡ്രൈവർ അത് കണ്ടിട്ടില്ല, നമുക്ക് നല്ല ബോധ്യമുണ്ട്. അവരതിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സ്ഥലത്തോടെ നമ്മൾ വാഹനം നിർത്തിയിടുമ്പോൾ പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം മുന്നോട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അപകടത്തിൽ പെടുവാനുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് അവിടെ ബസിന്റെ അവിടെ ഈ ഡോറ് കഴിഞ്ഞ് മുന്നിലേക്ക് വരുന്ന ഒരു ബൈക്ക്, നമുക്ക് ശരിക്കും ലെഫ്റ്റ് ഓവർടേക്കിംഗ് ഇല്ല, എന്നാൽ പോലും ഈ വാഹനത്തിന്റെ ഇടത് ഭാഗത്തോടെ ഓവർടേക്ക് ചെയ്ത് ചിലപ്പോൾ ബൈക്കുകളൊക്കെ കയറി വരും. അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്പീഡ് എടുത്ത് ഈ വണ്ടിയുടെ മുന്നോട്ട് പോകാനായിട്ട് നോക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റിലെ ആ ഒരു ഡോറ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം കഴിയുമ്പോൾ, ആ ഒരു ടയറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഗ്ലാസ്സിൽ, റിവർ വ്യൂ കിട്ടുന്ന ആ ഗ്ലാസ്സിൽ ഡ്രൈവറുടെ വിഷം പോകും. അപ്പം അയാൾക്ക് ഒരിക്കലും പിന്നെ ഈ വാഹനത്തെ കാണാൻ കഴിയില്ല. ഇത് കടന്നു പോയോ എങ്ങനെയാണെന്നുള്ള അയാൾക്ക് കാണാൻ കഴിയില്ല. അത് ബ്ലൈൻഡായിട്ട് നിൽക്കും. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ, ബസ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഈ ലോറികൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഈ പോകുന്ന റൈഡർക്കും കാണാൻ പറ്റില്ല. അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള വളരെ സാധ്യതയുണ്ട്. ആ ലെഫ്റ്റ് മൂലഭാഗവും ഇതുപോലെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അതിലൂടെ നമ്മൾ നടക്കുമ്പോഴും അതുപോലെ ഇങ്ങനെ വാഹനങ്ങളിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ വണ്ടിയുടെ ബാക്ക് വശം, ബസ്സിന്റെ പുറകുവശം നമ്മൾ ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ കൊണ്ടുപോയി നേരെ വണ്ടി നിർത്തുമ്പോൾ അതിന്റെ പിന്നിൽ കൊണ്ടുപോയി നമ്മൾ ബൈക്ക് ഒക്കെ ചേർത്ത് നിർത്തുക. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴൊന്നും ഒരിക്കലും അത് ഡ്രൈവർക്ക് ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോൾ ഡ്രൈവറുടെ വിഷനിൽ ആ സംഭവം പെടില്ല. അപ്പോൾ അയാൾ റിവേഴ്സ് ഗിയറിട്ട് അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ സ്കൂളിലെ കുട്ടികളെ ചെറിയ കുട്ടികൾ സ്കൂൾ ബസ്സുകളിൽ വന്ന് ഇറങ്ങുമ്പോഴും മാതാപിതാക്കൾ അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ച്, എനിക്കൊണ്ട് 90-99% സ്കൂൾ കുട്ടികളെ അവരുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അടുത്ത് നിന്ന് തന്നെ ആണ് അവരെ ബസ്സിൽ നിന്ന് ഇറക്കുന്നത്. പക്ഷെ ഇറക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ പിടിക്കാൻ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഡോറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ കൈ പിടിച്ചുകൊണ്ട് വേണം ഇറക്കാൻ. കാരണം ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കുട്ടിയും ഇറങ്ങി വരും എന്നോർത്ത് നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് നടക്കുവോ പുറകിലുണ്ടെന്ന് കരുതും. പക്ഷെ ഒരിക്കലും ഈ കുട്ടിയുടെ മനസ്സിൽ അവർ പക്ഷേ ഈ ഒന്നും ശ്രദ്ധയായിരിക്കില്ല. ഒരു അപ്പുറത്ത് ഭാഗത്തേക്ക് അവന്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ കുട്ടി പെട്ടെന്ന് ശ്രദ്ധിച്ചും ചെയ്യും. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടി ഈ കുട്ടി ഓവർടേക്ക് ചെയ്ത് നടന്ന അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഓടി അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡ്രൈവർ ഒരിക്കലും കാണില്ല. നമുക്കറിയാം, ധാരാളം അപകടങ്ങൾ ഈ രീതിയിൽ കൂടി കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്, കുട്ടികളെ നഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ബസ്സിന്റെ മുൻവശത്തൂടെ കുട്ടികൾ അറിയാതെ ഓടിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പം മാതാപിതാക്കൾ വളരെയധികം, രക്ഷിതാക്കൾ വളരെയധികം ഇങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഇങ്ങനൊരു ചെറിയൊരു ഇൻഫർമേഷൻ എല്ലാവരും എത്തിക്കണമെന്നും, ഇങ്ങനെ ഒരു അപകടം ഇനി നമ്മുടെ നാട്ടിലോ ഒന്നും ഉണ്ടാകരുത് എന്നും മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക.